ഹായ്, എൻ്റെ പേര് സജ. ഞാൻ നിങ്ങൾക്ക് ജോഗ്രഫിയാണ് എടുക്കുന്നത്. സോ നമ്മളിന്ന് സോളാർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ യൂണിവേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഓരോ യൂണിറ്റ് ആയിട്ടാണല്ലേ ഉള്ളത്. അതായത് യൂണിവേഴ്സ്, ഗാലക്സി, പിന്നെ സിസ്റ്റംസ് അല്ലെങ്കിൽ സൺ, ഒരു സ്റ്റാറും അതിനെ റൗണ്ട് ചെയ്തിട്ടുള്ള സിസ്റ്റംസ്, ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ യൂണിവേഴ്സ് ഉള്ളത്. സോ യൂണിവേഴ്സ് എന്താണ്? യൂണിവേഴ്സ് കംപ്രൈസസ് ഓഫ് ബില്യൺസ് ഓഫ് ഗാലക്സീസ്. ഓക്കെ, അപ്പം ഈ ഗാലക്സി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സ്റ്റാർസിന്റെയും പ്ലാനറ്റിന്റെയും ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെ ഒക്കെ ഒരു അസംബ്ലിയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് സ്റ്റാർസിനെ നമ്മുടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. നമ്മളെ ഗാലക്സി നമുക്കറിയാം മിൽക്കി വേ. ഇതിൽ ഏകദേശം 300 ബില്യൺ സ്റ്റാർസ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു സ്റ്റാർ ആണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഏതാ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി ഏതാ? മിൽക്കി വേ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നമ്മുടെ മേജർ ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമീഡ ആണ്. എന്തെങ്കിലും ഇഷ്യൂ കേൾക്കുന്നതിലേക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു മുന്നേ ഇറങ്ങിയിട്ടുള്ള 2 തിയറീസ് ആണ്. ഒന്ന് ജിയോസെൻട്രിക് തിയറി, 2 ഹീലിയോസെൻട്രിക് തിയറി. AD 140 ടോളമി ഒരു തിയറി പ്രൊപ്പോണ്ട് ചെയ്യാണ്. ആ തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് എർത്ത് ആണ്. സണ്ണും ബാക്കിയുള്ള ഹെവി ബോഡീസ് ഒക്കെ എന്താ ചെയ്യുന്നത്? എർത്തിനെ റിവോൾവ് ചെയ്യാന്നാണ് ടോളമി പറഞ്ഞിട്ടുള്ളത്. അക്കാലത്ത് ആൾക്കാർ അതൊക്കെ വിശ്വസിച്ച് അതിന്റെ ബേസിൽ ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസങ്ങൾ വന്ന് അതവര്, കാരണം നമുക്ക് ആ ഒരു ടൈം നോക്കിയറിയാം ഭയങ്കരമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ കോപ്പർനിക്കസിന്റെ തിയറി വരുന്നത്. അതൊക്കെ അത്രയും കാലം അവരെന്താ പറയാ ഫിക്സ് ചെയ്തൊരു കാര്യമാണ് എർത്ത് ആണ് സെന്റർ, യൂണിവേഴ്സിന്റെ സെന്റർ എർത്ത് ആണുള്ളത്. അപ്പൊ ഇതാണ് ജിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. പക്ഷേ 1543 കോപ്പർനിക്കസ് പറയാണ് ഈ യൂണിവേഴ്സിന്റെ സെന്റർ സണ്ണാണ്, എർത്ത് അല്ല. ഓക്കെ, മാത്രമല്ല നമ്മുടെ എർത്ത് ഉൾപ്പെടെയുള്ള പ്ലാനറ്റ്സ് സണ്ണിന്റെ ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയാണ്. ഈ ഒരു തിയറി വന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. കാരണം പല റിലീജിയനിലും ഈ ജിയോസെൻട്രിക് തിയറി ബേസ് ചെയ്തിട്ടായിരുന്നു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണാവോ? ഓക്കെ, അപ്പം കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പം കോപ്പർനിക്കസ് ഈ തിയറി കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. കാരണം പല റിലീജിയനിലും ഈ ഒരു ജിയോസെൻട്രിക് തിയറി ബേസ് ചെയ്തിട്ട് പല കാര്യങ്ങളും വന്നു. സോ ഇങ്ങനെ പെട്ടെന്ന് സണ്ണാണ് സെന്റർ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ആ ഒരു വിശ്വാസത്തിന് എന്തായിരുന്നു, പിന്നെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പൊ ഒരുപാട് എതിർപ്പുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയർ നോക്കി നോക്കണം, 1543 കോപ്പർനിക്കസ് ഹീലിയോസെൻട്രിക് തിയറി കൊണ്ടുവരുന്നത്. പിന്നെ നമ്മള് എഡ്വിൻ ഹബിളിനെ നമുക്കറിയാം, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഒക്കെ ഇവരുടെ നെയിമിലാണ്. സോ ഇദ്ദേഹമാണ് ഗാലക്സി, നമ്മുടെ മിൽക്കി വേയുടെ അപ്പുറത്ത് കുറെ ഗാലക്സീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത്. ഇദ്ദേഹം കണ്ടുപിടിച്ചത് 3 ടൈപ്പ് ഓഫ് ഗാലക്സി ആയിരുന്നു: സ്പൈറല്, എലിപ്റ്റിക്കല്, ഇറഗുലർ. ഈ 3 ടൈപ്പ് ഓഫ് ഗാലക്സീസ് ആയിരുന്നു ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂണിവേഴ്സിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അപ്പം ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് നമുക്ക് കേട്ട കാലം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് എന്ത്? ബിഗ് ബാങ് തിയറി. ഓക്കെ, ബിഗ് ബാങ് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ജോർജസ് ലെമൈത്ര ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് 13.8 ബില്യൺ ഇയേഴ്സ് മുന്നേ നടന്ന ഒരു എക്സ്പ്ലോഷനിൽ നിന്നാണ് നമ്മളെ ഗാലക്സീസും ഈ ബോഡീസും ഒക്കെ ഫോം ചെയ്തതെന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. അതേപോലുള്ള മറ്റൊരു തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയും. ഓക്കെ, ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ബോന്തി, ഗോൾഡ്, ഫ്രെഡ് ഹോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള 3 സയന്റിസ്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിന് ഒരു സ്റ്റാർട്ടിങ്ങോ ഒരു ബിഗ് എൻഡിങ്ങോ ഇല്ല എന്ന് പറയുന്നത്. അത് ഓരോ കാലത്തിനനുസരിച്ച് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുക, ടൈമിനനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, അതായത് ഇതിനൊരു സ്റ്റാർട്ടിങ് ഇല്ല, എൻഡിങ് ഇല്ല, ഇത് കാലാകാലമായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതായത് ബിഗിനിങ് ഇല്ല, എൻഡ് ഇല്ല. ഓക്കെ, ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പറയുന്നത്. നെക്സ്റ്റ് പൾസേറ്റിംഗ് തിയറിയാണ്. പൾസേറ്റിംഗ് തിയറി എന്താ പറയണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പം ഈ ഒരു നമ്മുടെ അറ്റ് പ്രസന്റ് ഇത് എക്സ്പാൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. നമുക്ക് പൾസ് അറിയാലേ, പൾസ് ഒരു വേവ് പോലെ അല്ലേ നമ്മളിങ്ങനെ കാണിക്കുക. അതായത് പൾസ് നമുക്കറിയാം, നമ്മളെ ഹാർട്ടിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന, എക്സ്പാൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ് അല്ലേ. മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാകും. സോ ഇതേപോലെ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറയുന്നത്. കറന്റ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാന്നാണ് ഈ തിയറി പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സോളാർ സിസ്റ്റം. നമ്മളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു സണ്ണും അതിനെ ചുറ്റുള്ള പ്ലാനറ്റ്സും അടങ്ങിയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ. ഇതിൽ എന്തൊക്കെയുണ്ട്? ആസ്ട്രോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, മെറ്റിയോർസ് ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, പ്ലാനറ്റ്സിന്റെ ചുറ്റുപാടുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയാ? സോളാർ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഇതില് കുറച്ച് ടേംസ് വരെ. സ്റ്റാർ, നമ്മളെ സോളാർ സിസ്റ്റത്തിലുള്ള സ്റ്റാർ ആരാണ്? സണ്ണാണ്. പ്ലാനറ്റ്സ് വിച്ച് ഗോ അറൌണ്ട് ദ സൺ, സാറ്റലൈറ്റ് വിച്ച് ഗോ അറൌണ്ട് ദ പ്ലാനറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്റ്റാർ എന്താണ്? ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഹാവ് ദെയർ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ടേംഡ് ആസ് സ്റ്റാർ. അതായത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെലസ്റ്റിയൽ ബോഡീസിനെ നമ്മൾ സ്റ്റാർ എന്ന് പറയും. ഓക്കെ, സണ്ണും ഒരു സ്റ്റാർ ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഹൈഡ്രജൻ, ഹീലിയം ഗ്യാസസ് വെച്ചിട്ടാണ്, അല്ലെ. നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷനിൽ എന്താണ്? ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയാണ്. ഇതൊക്കെ നടക്കുന്നത് സ്റ്റാർസിലാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോ ഒരു രാത്രി സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത്, ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് സിറിയസ് ആയിരിക്കും. ഒബ്ജക്ട് എനിക്ക് തോന്നുന്നത് വീനസ് ആണെന്ന്. വീനസ് ഉള്ള സമയത്ത് വീനസിനായിരിക്കും ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉണ്ടാവുക. ഈ സിറിയസിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഡോഗ് സ്റ്റാർ. ഓക്കെ, എന്താണ്? ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഏതായിരിക്കും സ്കൈയിൽ? സിറിയസ് ആണ്. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഡോഗ് സ്റ്റാർ. ഓക്കെ, ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ടടുത്തുള്ള സണ്ണ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ സണ്ണാണ്. എർത്തിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാറും സണ്ണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചോറി ആണ്. എന്താണ്? പ്രോക്സിമ സെഞ്ചോറി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയർ എന്നൊരു മീനിങ് ആണ്, അല്ലെ, പ്രോക്സിമിറ്റിക്ക്. സോ പ്രോക്സിമ സെഞ്ചോറി ആണ് നിയറസ്റ്റ് സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം സ്റ്റാർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഗ്യാസസും ഡസ്റ്റും ഒക്കെ വെച്ചിട്ട്, ക്ലൗഡ്സ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസസ് ആൻഡ് ഡസ്റ്റ്. ഈ ഗ്യാസസിലാണ് ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ വരുന്നത്. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ വരുന്നത്. പിന്നെ നമുക്കറിയാം ഒരു സ്റ്റാറിന്റെ സൈസ് എത്ര കൂടുന്നോ അത്രയും ലൈഫ് അതിന് കുറയുന്ന പറയും. ഓക്കെ, അത് എത്രത്തോളം അതിന് ഏജ് ആവുന്നോ അത്രത്തോളം സ്റ്റാർ വലുതായി വരികയാണ് ചെയ്യുക. അപ്പൊ നമ്മളെ സണ്ണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൺ ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് ആയി. അത് കൺസിഡർ ചെയ്യുന്നത് മിഡിൽ ഏജിലായിട്ടാണ്. സോ ഇനി കുറെ കാലം സൺ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നത് സൂപ്പർനോവ. സൂപ്പർനോവ നമുക്കറിയാം എന്താണ്? ഡെത്ത് ഓഫ് ഈ സ്റ്റാറിനെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് പറയുന്നത്. ഒരു സ്റ്റാറിന്റെ അന്ത്യം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇതെന്താ വെച്ചാല് പിന്നെ നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണല്ലേ സ്റ്റാറിലൊക്കെ നടക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാത്തൊരവസ്ഥയിലാണ് സൂപ്പർനോവ എന്ത് ചെയ്യാൻ പോവാ? സ്റ്റാർ സൂപ്പർനോവയായി പോവാ. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് അയൺ നമുക്കറിയാം ഒരു സ്റ്റാറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെവിയസ്റ്റ് എലമെന്റ് ആണ് അയൺ. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള എനർജി ഒന്നും എന്തിലുണ്ടാവില്ല? സ്റ്റാറിൽ ഉണ്ടാവില്ല. ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് സൂപ്പർനോവ ഉണ്ടാവുന്നത്. ഓക്കെ, സൂപ്പർനോവ നമുക്കൊരു ഭയങ്കര ബ്രൈറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ സ്റ്റാറിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനേക്കാളും ബില്യൺ ടൈംസ് ബ്രൈറ്റ് ആയിരിക്കും. നമുക്കറിയാം ഓറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ അറിയില്ലേ? അതില് ബെറ്റൽഗ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരുവാതിര നക്ഷത്രം. അത് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് കാണാൻ ഏകദേശം എത്രയോ തൗസൻഡ് ഇയേഴ്സ്, 1000 ഒന്നും അല്ല, എത്രയോ ഇയേഴ്സ്, വർഷം എടുക്കും. കാരണം അതും നമ്മൾ എർത്തും തമ്മിൽ എത്രയോ മില്യൺ ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരമുണ്ട്. അപ്പം ലൈറ്റ് റീച്ച് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. സോ അതിപ്പം സൂപ്പർനോവ ആയാലും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി എത്രയോ ഫ്യൂച്ചർ അപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ അത്രയും ബ്രൈറ്റസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് സൂപ്പർനോവ. നെക്സ്റ്റ് ഇനി സോളാർ സിസ്റ്റം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ്, അതായത് സോളാർ സിസ്റ്റത്തിന്റെ എവല്യൂഷന്. ഫസ്റ്റ് വരുന്നത് നെബുലാർ ഹൈപ്പോത്തസിസ് ആണ്.
ഇതിനെ കാൻ ലാപ്ലേസ് തിയറി എന്ന് പറയും. ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഇമ്മാനുവൽ കാന്റ് ആണ് ഇൻ ദ ഇയർ 1755. ആൻഡ് ഇത് മോഡിഫൈ ചെയ്തിട്ടുള്ളത് പിയർ സൈമൺ ലാപ്ലേസ് ആണ് 1796. ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് നെബുല നമുക്കറിയാം ഒരു ക്ലൗഡ് ഓഫ് ഗ്യാസ് അല്ലേ, ഗ്യാസ് ആൻഡ് ഡസ്റ്റിനാണ് നമ്മൾ നെബുല എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് സോളാർ സിസ്റ്റം ഫോം ചെയ്തതെന്നാണ് ഈ ഒരു ഇമ്മാനുവൽ കാന്റിന്റെ അല്ലെങ്കിൽ നെബുലാർ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഇതെന്താ വെച്ചാല് കാന്റ് പറയുന്നത് എന്താ വെച്ചാല് നമുക്കറിയാം ഗ്രാവിറ്റി ഉണ്ടല്ലോ സ്പേസില്. അപ്പം ഈ ഒരു നെബുല, ഈ ഒരു ക്ലൗഡ് സെറ്റ് ഗ്രാവിറ്റി മൂലം കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ സണ്ണ് ഫോം ചെയ്തത്, ബാക്കി മാറ്റർ വെച്ചിട്ട് പ്ലാനറ്റ്സ് ഫോം ചെയ്തെന്നാണ് കാന്റ് പറയുന്നത്. ലാപ്ലേസ് പറയുന്നത് എന്താ വെച്ചാല് സെയിം സംഭവം തന്നെയാണ്. ലാപ്ലേസ് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഇതിൽ റിങ്സ് ഉണ്ടാവുന്നു, റിങ്സ് കണ്ടൻസ് ചെയ്തിട്ട് പ്ലാനറ്റ്സ് ആയി എന്നാണ് പറയുന്നത്. സെയിം സംഭവം തന്നെ. ഇത് പിന്നെ റൊട്ടേറ്റ് ചെയ്യും, അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് റിങ്സ് ഉണ്ടാവും, ഈ റിങ്സ് കണ്ടൻസ് ചെയ്തിട്ട് പ്ലാനറ്റ്സ് ആയി മാറി എന്നാണ് ലാപ്ലേസ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് സണ്ണാണ് ആദ്യം ഉണ്ടായത്, പിന്നെ പ്ലാനറ്റ്സ് ഉണ്ടായി, പിന്നെ പ്ലാനറ്ററി റെവല്യൂഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതൊക്കെയാണ് ഇമ്മാനുവൽ കാന്റിന്റെയും ലാപ്ലേസിന്റെയും നെബുലാർ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്ലാനറ്റസിമൽ തിയറിയാണ്. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തോമസ് ഷാംബർലിനും ഫോറസ്റ്റ് റേ മോൾട്ടനുമാണ് ഇൻ ദ ഇയർ 1905. ഇതിന്റെ മെയിൻ ഐഡിയ എന്താന്ന് വെച്ചാൽ പ്ലാനറ്റസിമൽസ്. ഓക്കെ, പ്ലാനറ്റസിമൽസ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്മോൾ സോളിഡ് ബോഡീസ് ആണ്. ഓക്കെ, സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ പ്ലാനറ്റസിമൽസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് പ്ലാനറ്റ്സ് ഉണ്ടായതെന്നാണ് ഈ ഒരു തിയറി, പ്ലാനറ്റസിമൽ തിയറി പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി അത്ര കറക്റ്റ് അല്ല. കാരണം സണ്ണിന്റെ അടുത്തേക്ക് ഒരു സ്റ്റാർ വരികയാണ്, അപ്പൊ സണ്ണിന്റെ ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്, ഈ സ്റ്റാറിന്റെ പാർട്ടിക്കിൾസിനെയും മാറ്ററിനെയൊക്കെ സർഫസിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, സർഫസിലേക്ക് കൊണ്ടുവരാണ്. ഈ സർഫസിലേക്ക് വന്നിട്ടുള്ള പാർട്ടിക്കിൾസ് കൂൾ ചെയ്തിട്ട് എന്താണ് ചെറിയ ചെറിയ സ്മോൾ ബോഡീസ് ആയിട്ട് മാറും. ഇതിനാണ് നമ്മൾ പ്ലാനറ്റസിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പിന്നെ കൊളൈഡ് ചെയ്യും, ഈ പ്ലാനറ്റസിമൽസ് കൊളൈഡ് ചെയ്യും, കമ്പൈൻ ചെയ്യും, അങ്ങനെ പ്ലാനറ്റ്സ് ഉണ്ടായെന്നാണ് പിന്നെ പ്ലാനറ്റസിമൽ തിയറി പറയണത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേം എന്താ വെച്ചാൽ പ്ലാനറ്റസിമൽസ് എന്താണ്, സ്മോൾ സോളിഡ് ബോഡീസ് ദാറ്റ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്ലാനറ്റ്. ഓക്കെ, ഇതിന്റെ ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റാറിന്റെ അടുത്ത് കൂടെ മറ്റൊരു സ്റ്റാർ ഭയങ്കര ക്ലോസ് ആയിട്ട് പാസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് പ്ലാനറ്റസിമൽ തിയറിയുടെ. നെക്സ്റ്റ് ടൈഡൽ തിയറിയാണ്. ടൈഡൽ തിയറി ജീൻസ് ജെഫ്രി തിയറി എന്ന് പറയും. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ജെയിംസ് ജീൻസും ഹരോൾഡ് ജെഫ്രിയാണ്. ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാല് ഏകദേശം നമ്മുടെ പ്ലാനറ്റസിമൽ തിയറി പോലെ തന്നെയാണ്. അതായത് ഒരു നിയർ ബൈ സ്റ്റാറിന്റെ അടുത്ത് നിന്നുള്ള ടൈഡൽ ഫോഴ്സ് വഴിയാണ് പ്ലാനറ്റ്സ് ഉണ്ടായതെന്നാണ് നമ്മുടെ ടൈഡൽ തിയറി പറയുന്നത്. ഓക്കെ, ഇതേ എക്സ്പ്ലനേഷൻ സെയിം ആണ്. ഒരു സ്റ്റാർ സണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്, ടൈഡൽ പുള്ള് കാരണം എന്ത് വരികയാണ്, ഗ്യാസിന്റെ ലോങ് ഫിലമെന്റ്സ് പുറത്തേക്ക് വരികയാണ്. ഈ ഫിലമെന്റ്സ് കൂൾ ചെയ്തിട്ട് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഗ്യാസ് ഫിലമെന്റ്സ് ഫോം ചെയ്യാണ്, അത് വന്നിട്ട് തണുത്ത് പീസസ് ആയിട്ട് മാറും. ഓക്കെ, ഈ പീസസ് കണ്ടൻസ് ചെയ്തിട്ട് പ്ലാനറ്റ് ആയി മാറി എന്നാണ് ടൈഡൽ തിയറി പറയുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കറിയാം ഗ്യാസിന് കണ്ടൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമല്ല. ഗ്യാസ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്യാണ് ചെയ്യുക. കണ്ടൻസ് ചെയ്യാന്നുള്ളത് അത്ര പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. സോ ഇതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, ടൈഡൽ തിയറിയുടെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹീലിയോസെൻട്രിക് തിയറിയാണ്, കോപ്പർനിക്കൻ തിയറി എന്ന് പറയും. ഇത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സംഭവം നമ്മൾ പറഞ്ഞ എന്താണ്, ഇതിൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇത് ഫോർമേഷൻ തിയറി അല്ല, ഇതെന്താണ് സ്ട്രക്ചർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ്, കോപ്പർനിക്കൻ തിയറി അഥവാ ഹീലിയോസെൻട്രിക് തിയറിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് സൺ ഈസ് ദ സെന്റർ, എർത്ത് അനദർ പ്ലാനറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ ആൻഡ് എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഈ 3 പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഹീലിയോസെൻട്രിക് തിയറി മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതിനൊരു ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 140 AD മുതൽ ഈ ഒരു 17 സംതിങ് വരെയുള്ള ആ ടൈം വരെയുള്ള ഒരു അത്രയും ഫിക്സ്ഡ് ആയിട്ടുള്ള ജിയോസെൻട്രിക് തിയറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി. ഓക്കെ, മാത്രമല്ല ഇവിടുന്നാണ് നമ്മുടെ മോഡേൺ ആസ്ട്രോണമി ഫോം ചെയ്യാൻ തുടങ്ങിയത്, ഹീലിയോസെൻട്രിക് തിയറി മുതൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരികയാണ്, വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ദ സ്ട്രക്ചർ ഓഫ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത തിയറി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാ, കോപ്പർനിക്കൻ തിയറി അല്ലെങ്കിൽ ഹീലിയോസെൻട്രിക് തിയറി.
ഓക്കെ. ഇനി ഒറിജിൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നെബുലാർ പറയും, അല്ലെ പ്ലാനറ്റസിമൽ പറയും. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ എവല്യൂഷൻ ഓഫ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റലേഷൻസ് ആണ് പറയുന്നത്. കോൺസ്റ്റലേഷൻസ് എന്താണ് നമുക്കറിയാം. സ്റ്റാറിന്റെ ഒരു ക്ലസ്റ്റർ ഓഫ് സ്റ്റാറിനെ നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയും അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ ബർത്ത് മന്ത് ഒക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പറയും. ഓക്കെ. അപ്പൊ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. അപ്പം ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 88 കോൺസ്റ്റലേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ നെയിം കൊടുത്തിട്ടുള്ളത് ഗോഡ് ആൻഡ് ഗോഡസ് അവരുടെയൊക്കെ പേരിലാണ്. ഇവർക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആരാണ്? ഇന്റർനാഷണൽ അസ്ട്രോണമിക് യൂണിറ്റ് ആണ്, IAU ആണ്. ഇതൊരു 88 കോൺസ്റ്റലേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലെ മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതിൽ ഒരു മേജർ കോൺസ്റ്റലേഷൻ ആണ് അർസ മേജർ എന്ന് പറയും. ഇതിനെ നമ്മൾ ഗ്രേറ്റ് ബെയർ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഇതാണ് അർസ മേജർ കേട്ടോ. ഇതിൽ 7 സ്റ്റാർസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ ഗ്രേറ്റ് ബെയർ, ബിഗ് ഡിപ്പർ എന്നൊക്കെ പറയും. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോർത്തേണിലല്ലേ, അപ്പൊ നമുക്കിത് കൂടുതലായിട്ടും വിസിബിൾ ആണ്. ഓക്കെ. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നോർത്തേൺ കോൺസ്റ്റലേഷനിലെ ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ആണ് അർസ മേജർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കോൺസ്റ്റലേഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയ കോൺസ്റ്റലേഷൻ ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഏറ്റവും വലിയ കോൺസ്റ്റലേഷൻ എനിബഡി? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഹൈഡ്രയാണ് കേട്ടോ. ഹൈഡ്രയാണ് നമ്മളെ കോൺസ്റ്റലേഷൻസിൽ ഏറ്റവും വലിയ കോൺസ്റ്റലേഷൻ. ഏറ്റവും ചെറുത് ഏതാണെന്നറിയോ? ചെറുത് ക്രക്സ് ആണ് കേട്ടോ. CRUX ക്രക്സ് ആണ്. പിന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളത് സെന്റോറസ് ആണ്. അപ്പൊ ഇത് മൂന്നും ഓർത്ത് വെക്കുക. വലുത് ഏതാണ്? ഹൈഡ്രയാണ്. ചെറുത് ക്രക്സ് ആണ്. ബ്രൈറ്റസ്റ്റ് സെന്റോറസ് ആണ്. ഇത് മറക്കരുതേ, ഈ 3 പേരുകളും. അപ്പം അർസ മേജർ എന്താണ്? 3rd ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ആണ് കേട്ടോ. സ്കൈലുള്ളതിൽ 3rd ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ആണ്. നോർത്തേണിൽ ലാർജസ്റ്റ് കോൺസ്റ്റലേഷനും ആരാണ്? അർസ മേജർ ആണ്. ഇനി അർസ മൈനറിനെ നമ്മൾ ലിറ്റിൽ ബെയർ എന്നാണ് പറയാം. ഓക്കെ. ഇത് ടോളമി 2nd സെഞ്ചുറിയിൽ കണ്ടെത്തിയിട്ടുള്ള 48 കോൺസ്റ്റലേഷൻസിൽ ഒന്നായിരുന്നു അർസ മൈനർ. ഇതെന്താണ്? ആ സമയത്ത് നാവികരുണ്ടാവില്ലേ, മറൈൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂണിലാണ് നമുക്കിത് കൂടുതലായിട്ടും കാണാൻ പറ്റും. നോർത്തേൺ സ്കൈയിലാണ്. നെക്സ്റ്റ് ആണ് ഒറിയോൺ. ഒറിയോണാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹണ്ടർ, വേട്ടക്കാരൻ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ഹെവൻസ് എന്നൊക്കെ പേരുള്ള ആളാണ് ഒറിയോൺ. അപ്പം ഇതിലാണ് ഞാൻ പറഞ്ഞ ബിറ്റൽഗ്യൂസ് ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് ബിറ്റൽഗ്യൂസ്. ഈ 3 സ്റ്റാറിനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഒറിയോൺ. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കോൺസ്റ്റലേഷൻ വരുന്നത്. നെക്സ്റ്റ് പിന്നെ നമുക്കറിയാം നമ്മുടെ സ്റ്റാർ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സ്റ്റാർ സൺ. ഓക്കെ. സണ്ണിനെ പറ്റി നമ്മളറിയാം, പവർ ഹൗസ് ഓഫ് ദ സോളാർ സിസ്റ്റം. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഹീലിയം പെർസെൻറ്റേജ് എത്ര? 71% ഹൈഡ്രജൻ, 26.5% ഹീലിയം ആൻഡ് അതർ എലമെന്റ്സ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സണ്ണിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. കൺവേർട്ടിംഗ് ഹൈഡ്രജൻ ഇൻടു ഹീലിയം. 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ ഹീലിയം ആവുന്ന പറയുന്നത്. ഇത് കോറിലാണ് നടക്കുന്നത്. ഓക്കെ. ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീറ്റ് ആൻഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ ഫോട്ടോസ്ഫിയർ പറയാം. ഫോട്ടോസ്ഫിയർ വിസിബിൾ സർഫസ് ഓഫ് ദ സൺ. ഇതിലെ ടെമ്പറേച്ചർ 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്രോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്ഫിയറിന്റെ തൊട്ട് മുകളിലുള്ളത്. പക്ഷെ നമ്മൾ ഫോട്ടോസ്ഫിയറിന്റെ ബ്രൈറ്റ്നസ് കാരണം ഇത് കാണാറില്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്ന കൊറോണ നമുക്ക് ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. നമുക്ക് സോളാർ എക്ലിപ്സിന്റെ സമയത്താണ് ഇത് കൂടുതലും വിസിബിൾ ആയിട്ട് വരിക. ഓക്കെ. ഇതാണ് നമ്മുടെ സണ്ണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സോളാർ ഫിനോമിന എന്തൊക്കെയാണ്? സൺസ്പോട്ടും സോളാർ വിൻഡോ ആണ് പറയുന്നത്. സൺസ്പോട്ട് എന്ന് പറഞ്ഞാലൊന്നുമില്ല, നമ്മുടെ സണ്ണിലെ ഏതെങ്കിലും ഒരു സറൗണ്ടിങ് ഏരിയ അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഏരിയയേക്കാൾ തണുത്ത് കിടക്കുകയാണെങ്കിൽ, കൂളർ ആവുകയാണെങ്കിൽ അവിടെ ഒരു ഡാർക്ക് പാച്ച് പോലെ കാണും. ഇതിനാണ് സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊറോണയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ സ്ട്രീംസിനെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മൾ അറോറ ബൊറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് സണ്ണിൽ നിന്ന് വരുന്ന ഈ വിൻസ് വഴിയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു സ്ട്രീംസ് വഴിയാണ് നമുക്ക് ഒറോറയൊക്കെ ഫോം ചെയ്യുന്നത്. അതും നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പൊ സോളാർ വിൻസ് എന്താണ്? സ്ട്രീംസ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് റിലീസ് ഫ്രം ദ കൊറോണ. ഓക്കെ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തംസപ്പ് ചെയ്തേ ഓക്കെ ആണെങ്കിൽ.
ഓക്കെ, ഇനി നമുക്കറിയാം സൺലൈറ്റ് എർത്ത് സർഫസിൽ എത്തേണ്ട ടൈം എത്രയാണ്? 8 മിനിറ്റ് ആണ് കേട്ടോ. 8 മിനിറ്റ് ആണ്, 8.1. പിന്നെ നമുക്കറിയാം നമ്മളെ സെലസ്റ്റിയൽ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സിലാണ്. അതേപോലെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, പാർസെക് ഉണ്ട്, അങ്ങനെ ഒരുപാട്. ഇത് ഇങ്ങനെ ചോദിക്കലുണ്ട്, ലൈറ്റ് ഇയേഴ്സ് എന്ത് മെഷർ ചെയ്യാനാണ്? അപ്പൊ നമ്മള് ഓപ്ഷനിൽ ഉണ്ടാവും ടൈം ഉണ്ടാവും, ഡിസ്റ്റൻസ് ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇയർന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ടൈം ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഇയർ അല്ല, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ വാല്യൂസ് നോക്കി വെക്കുക. ഒരു പാർസെക്, 1 പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 9.46 into 10⁻12 കിലോമീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാനറ്റ്സ് ആണ്. പ്ലാനറ്റ്സ് നമ്മൾ രണ്ടായിട്ടാണ്, ഔട്ടർ പ്ലാനറ്റ്സും ഇന്നർ പ്ലാനറ്റ്സും. ഔട്ടർ അല്ലെങ്കിൽ ജോവിയൽ എന്ന് പറയും. ഔട്ടർ ആൻഡ് ഇന്നർ പ്ലാനറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നറിൽ വരുന്നതാണ് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ റോക്കി ആയിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഗ്യാഷ്യസ് അല്ല എന്നാണ്. അപ്പൊ എന്തായാലും ഡെൻസിറ്റി മാസ് കൂടുമല്ലോ റോക്കി ടൈപ്പ് ആകുമ്പോൾ, അപ്പം ഡെൻസിറ്റി കൂടുതലാണ്. പിന്നെ സണ്ണിന് നിയറസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഈ 4 എണ്ണാണ് ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത്: മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ഓക്കെ, മെർക്കുറി നമുക്കറിയാം നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്. പിന്നെന്താണ്? ഷോർട്ടസ്റ്റ് റെവല്യൂഷൻ ടൈം ആണ്, കാരണം നമ്മൾ സണ്ണിന്റെ അടുത്തല്ലേ ഉള്ളത്. പിന്നെ റെവല്യൂഷൻ ടൈം എന്താണെന്ന് അറിയില്ലേ? നമ്മൾ സണ്ണിനെ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ റെവല്യൂഷൻ ടൈം എന്ന് പറയും. അത് ഏറ്റവും കുറവുള്ളത് മെർക്കുറിക്കാണ്. ഓക്കെ, മെർക്കുറി അതിന്റെ 1 റെവല്യൂഷൻ എടുക്കുന്നത് 88 ഡേയ്സ് ആട്ടോ, 88 എർത്ത് ഡേയ്സ് ആണ് എടുക്കുന്നത്. മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? സണ്ണിൽ നിന്നുള്ള സ്ട്രോങ് സോളാർ വിൻഡ് ആണ്. ഓക്കെ, സോളാർ ഫ്ലെയർസ് ആണ്. ഇതെന്ത് ചെയ്യും? മെർക്കുറിന്റെ സർഫസിലുള്ള ഗ്യാസിനെ അവിടുന്ന് ബ്ലോ ചെയ്യും. ഓക്കെ, അപ്പം മാത്രമല്ല മെർക്കുറിക്ക് എന്തില്ല? നാച്ചുറൽ സാറ്റലൈറ്റ് ഇല്ല. മെർക്കുറിക്കും വീനസിനും ഇല്ല. ഇതിനൊക്കെ റീസൺ അത് സണ്ണിന്റെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതിന്റെ സണ്ണിന്റെ ഗ്രാവിറ്റി വെച്ചിട്ട് ഇവർക്ക് സാറ്റലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ മെർക്കുറിയിൽ എക്സ്ട്രീം ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് വീനസ് ആണ്. വീനസ് നമുക്കറിയാം, നമ്മൾ ആകാശത്ത് നോക്കിയാൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് കാണുന്ന സെലസ്റ്റിയൽ ബോഡിയാണ് എന്ത്? വീനസ്. ഓക്കെ, വീനസിന്റെ മറ്റൊരു പേരെന്താണ്? ലൂസിഫർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രിങ്ങർ എന്ന് പറയും. ലൈറ്റ് ബ്രിങ്ങർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഷൈനിങ് ഉള്ള അല്ലെങ്കിൽ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണ് നമ്മൾ ആകാശത്ത്. ഓക്കെ, വീനസിന്റെ മറ്റൊരു പേരാണ് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ. കാരണം ഇതെന്താണ്? സൺറൈസിന്റെ തൊട്ട് മുന്നേയും സൺസെറ്റിന്റെ ജസ്റ്റ് ആഫ്റ്ററും നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്ന് പറയും. ഇതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. വീനസിനെ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന വീനസിനെ വെച്ചിട്ടാണ്. പല പേരുള്ളത് കൊണ്ട് തന്നെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, എർത്തിന്റെ ട്വിൻ പ്ലാനറ്റ്, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഒക്കെ എന്താണ്? വീനസ് ആണ്. ഓക്കെ, അപ്പൊ വീനസിനെ ഒന്ന് നോക്കി വെക്കാം. എർത്തിന്റെ ട്വിൻ പ്ലാനറ്റ് എന്നാണ് പറയുന്നത്, കാരണം സിമിലർ സൈസ് ആണ്, മാസ് ആണ്, സ്ട്രക്ചർ ആണ് ആൻഡ് റോക്കി നേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീനസ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സ്കൈ. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ ക്ലൗഡിന് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, തിക്ക് ക്ലൗഡ്സ് ആണ്, അപ്പൊ കൂടുതലായിട്ട് ലൈറ്റിന് അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, മെർക്കുറി അല്ല. നമുക്ക് തോന്നും സണ്ണിന്റെ അടുത്ത് മെർക്കുറി അല്ലേ, അപ്പൊ സണ്ണിന്റെ അടുത്ത് മെർക്കുറി അല്ല, അപ്പൊ മെർക്കുറി ആയിരിക്കില്ല ഏറ്റവും ഹോട്ടസ്റ്റ്. പക്ഷെ നമുക്കറിയാം ഈ ഒരു ചൂട് ടെമ്പറേച്ചർ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കണക്റ്റഡ് ആണല്ലേ. അപ്പൊ ഈ വീനസിൽ എന്തുണ്ട്? കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഇത് എന്തുണ്ടാക്കും? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, മാത്രമല്ല അതിന്റെ ക്ലൗഡ്സ് എന്താണ്? ക്ലൗഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ മഴയൊക്കെ പെയ്യ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ വീനസിന് ആണ് ലോങ്സ്റ്റ് റൊട്ടേഷൻ പീരീഡ് ഉള്ളത്. എന്താണ് റൊട്ടേഷൻ? സ്പിന്നിങ് ഓഫ് എ പ്ലാനറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. സ്വന്തം ആക്സിസിൽ കറങ്ങുക. നമ്മൾ പറയില്ലേ റൊട്ടേഷൻ എന്ന് പറയില്ലേ, അതാണ് എന്ത് പറയുന്നത്? ഏറ്റവും കൂടുതലുള്ളത് വീനസിനാണ്. 243 എർത്ത് ഡേയ്സ് ആണ് വീനസ് സ്വയം കറങ്ങാൻ എടുക്കുന്ന ടൈം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഉള്ള ഒരു പോയിന്റ് ആണ് വീനസ് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് കേട്ടോ, ക്ലോക്ക് വൈസ് ആണ്. ബാക്കി 2 പ്ലാനറ്റ്സ് മാത്രമേ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ, വീനസും യുറാനസും. ബാക്കിയുള്ള പ്ലാനറ്റ്സ് ഒക്കെ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല വീനസിന് എന്തില്ല? നാച്ചുറൽ സാറ്റലൈറ്റ് ഇല്ല. അപ്പൊ വീനസിനെ നോക്കുക, കാരണം കുറെ പോയിന്റ്സ് വീനസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എർത്ത് നമ്മളെ പ്ലാനറ്റ് ആണ്, ബ്ലൂ പ്ലാനറ്റ് ആണ്. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ, ഡെൻസസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം,
ഏറ്റവും ഡെൻസിറ്റി കൂടുതലുള്ളത് എത്രയാണ്? 5.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. എർത്തിൽ മാത്രം നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സാറ്റലൈറ്റ് ആണുള്ളത്, നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ. ഇത്രയും കാര്യങ്ങളാണ് എർത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് മാർസ് ആണ്. മാർസിന് നമുക്കറിയാം റെഡ് പ്ലാനറ്റ് അല്ലെ, ചുവന്ന ഗ്രഹം. ആകാശത്ത് നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ചുവപ്പ് കളറിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാവലുണ്ട്. നിങ്ങൾ സ്റ്റെലേറിയം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പം ആ സ്റ്റെലേറിയത്തിൽ നമുക്ക് ആ പ്രസന്റ് ആയിട്ടുള്ള സ്കൈയിലുള്ള സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ മാർസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മാർസിന് 2 സാറ്റലൈറ്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് മാർസിന് നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്? അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർസിനെ റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. മാർസിന് 2 സാറ്റലൈറ്റ് ആണുള്ളത്, ഫോബോസും ഡെയ്മോസും. ഓക്കെ, മാത്രമല്ല നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ ഒളിമ്പസ് മോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മാർസിലാണ്. ഇതിന്റെ ഹൈറ്റ് 25 കിലോമീറ്റർ ആണ്. നമുക്ക് എർത്തിലെ മൗണ്ടെയിനിലെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8.8 കിലോമീറ്റർ. നമ്മൾ എവറസ്റ്റ് ഒക്കെ 8848 കിലോമീറ്റേഴ്സ് ആണുള്ളത്, 8848 മീറ്റേഴ്സ് ആണുള്ളത്. അതായത് ഏകദേശം 8.8 കിലോമീറ്റർ ആണുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 25 കിലോമീറ്റർ ആണ് ഒളിമ്പസ് മോൺസിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം അത് എത്രത്തോളം വലുതായിരിക്കും. നെക്സ്റ്റ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ആസ്ട്രോയിഡ് ബെൽറ്റ് നമ്മൾ മാർസിന്റെ ജൂപ്പിറ്ററിന്റെ ഇടയിലൊരു റോക്കി മെറ്റാലിക് ഫ്രാഗ്മെന്റ്സിന്റെ ഒരു ബെൽറ്റ് ആണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് ഔട്ടർ പ്ലാനറ്റിനെയും ഇന്നർ പ്ലാനറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ആസ്ട്രോയിഡ് ബെൽറ്റ്. സോ ഇത് മാർസിന്റെ ജൂപ്പിറ്ററിന്റെ ഇടയിലാണ്. നമ്മൾ മാർസ് വരെയല്ലേ ഇന്നർ പ്ലാനറ്റ് പറഞ്ഞത്. അപ്പൊ ഔട്ടർ പ്ലാനറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂപ്പിറ്ററിൽ നിന്നാണ്. നെക്സ്റ്റ് ഇതിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോഫ് പ്ലാനറ്റ് ആണ് എന്ത്? സെറസ് എന്ന് പറയുന്നത്. ആസ്റ്ററോയിഡ് ബെൽറ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഡോഫ് പ്ലാനറ്റ് ആണ് ആര്? സെറസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജോബിയൻ പ്ലാനറ്റ് അഥവാ ഔട്ടർ പ്ലാനറ്റിലേക്ക് പോകാം. ഏതൊക്കെയാണ് ഔട്ടർ പ്ലാനറ്റ്സ്? ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതിന്റെ സ്ട്രക്ചർ ഇത് ഗ്യാഷ്യസ് ആയിരിക്കും. നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്താണ്? റോക്കി ആയിട്ടല്ലേ പറഞ്ഞത്. ഔട്ടർ പ്ലാനറ്റ്സ് ഗ്യാഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കുറവായിരിക്കും, ലോ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ നമ്മളെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ മെറ്റിയോർസ് നമ്മൾ കേട്ടില്ലേ? മെറ്റിയോർസ്, മെറ്റിയോറോയിഡ്സ്, മെറ്റിയോറൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ ആകാശത്ത് കാണുന്ന റോക്കി ബോഡീസ് ആണ്. ഓക്കെ, ഇതെല്ലാം ഏകദേശം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ മെറ്റിയോറോയിഡ്സ് നമ്മൾ പറഞ്ഞാല് ജസ്റ്റ് സ്മോൾ റോക്കി ബോഡീസ് മൂവിങ് ഇൻ സ്പേസ്. മെറ്റിയോർസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഇത് ബേൺ ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ മെറ്റീരിയൽസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മെറ്റിയോർസ് എന്ന് പറയും. ഷൂട്ടിംഗ് സ്റ്റാർസ് നമ്മൾ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ ഈ ഒരു ഫിനോമിന ആകാശത്ത് ഉണ്ടാവാറുണ്ട്. മെറ്റിയോറൈറ്റ്സ് എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ എത്തുമ്പോൾ മെറ്റിയോർസ് നമ്മൾ പറയുന്നത് മെറ്റിയോറൈറ്റ്സ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളെ ജോബിയൻ പ്ലാനറ്റ്സിലെ ഫസ്റ്റ് ആളാണ് ജൂപ്പിറ്റർ. ഓക്കെ, ജൂപ്പിറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ലാർജസ്റ്റ് പ്ലാനറ്റ് ഉണ്ട് സോളാർ സിസ്റ്റം. ഓക്കെ, ഒരു ജയന്റ് റെഡ് സ്പോട്ട് ഉണ്ട്, നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. ജൂപ്പിറ്ററിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റൊട്ടേഷൻ ടൈം കേട്ടോ. ഷോർട്ടസ്റ്റ് റൊട്ടേഷൻ ടൈം വരുന്ന ജൂപ്പിറ്ററിനാണ്. ഏറ്റവും ലാർജസ്റ്റ് റൊട്ടേഷൻ ടൈം വരുന്നത്, ലോങ്സ്റ്റ് റൊട്ടേഷൻ ടൈം വരുന്ന ആർക്കായിരുന്നു? വീനസിനായിരുന്നില്ലേ? നമ്മൾ പറഞ്ഞു 243 എർത്ത് ഡേയ്സ് ആണ് വരുന്നത്. ഇതിന്റെ റൊട്ടേഷൻ പീരീഡ് ആകെ വരുന്നത് 9 hours 35 minutes മാത്രമാണ് ജൂപ്പിറ്ററിന്. ഓക്കെ, ജൂപ്പിറ്ററിനല്ല മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് ഉള്ളത്, അത് സാറ്റേൺ ആണ് കേട്ടോ. ഒരു ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് ഉള്ളത് സാറ്റേണിനാണ്. 274 ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആർക്കുണ്ട്? സാറ്റേണിനുണ്ട്. സെക്കൻഡ് ആണ് ജൂപ്പിറ്റർ വരുന്നത്. ഓക്കെ, 95 ആണ് ജൂപ്പിറ്ററിനുള്ളത്. സോ നമുക്കറിയാം ജൂപ്പിറ്ററിന്റെ ഗാനിമീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സാറ്റലൈറ്റ്. ഏതാണ്? ഗാനിമീഡ്. ഓക്കെ, ഗാനിമീഡ് ആണ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ബാക്കിയുള്ള 4 മേജർ സാറ്റലൈറ്റ് ലോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ. ഓക്കെ, ഇത് 4-നൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഗലീലിയൻ മൂൺസ് എന്നാണ് പറയുന്നത്. കാരണം ഇത് ഡിസ്കവർ ചെയ്തത് ആരാണ്? ഗലീലിയോ ഗലീലി ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗലീലിയൻ മൂൺസ് എന്നൊരു പേരുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ സാറ്റേൺ. സാറ്റേണിന്റെ പ്രത്യേകത നമുക്കറിയാം, റിംഗ് ഉണ്ട് അല്ലെ. അതിന് ചുറ്റും റോക്സും ഡസ്റ്റും ഐസൊക്കെ വെച്ചിട്ടുള്ള റിങ് സാറ്റേണിന്റെ ചുറ്റുമുണ്ട്. സോ നമ്മൾ എന്താ പറയാ, ഈ ഒരു ടെലസ്കോപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് സാറ്റേൺ ചുറ്റും റിംഗ് ഒക്കെ ആയിട്ട്. ഇതിന് ലോവസ്റ്റ് ഡെൻസിറ്റി, അതായത് പ്ലാനറ്റ്സിലെ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ ആണ്. കൂടിയത് ആരായിരുന്നു? എർത്ത് ആയിരുന്നു അല്ലെ, 5.5. പക്ഷെ സാറ്റേണിനാണ് ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളത്. എത്ര ഡെൻസിറ്റി? 0.69 gram per centimeter cube. ഓക്കെ, ലെസ് ദാൻ വാട്ടർ, വെള്ളത്തിനേക്കാൾ കുറവാണ്.
പിന്നെ നമുക്കറിയാം സാറ്റേണിന്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് വരുന്ന ടൈറ്റൻ ആണ്. ടൈറ്റൻ സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ആണ് കേട്ടോ. ഗാനിമീഡ് കഴിഞ്ഞാൽ ഏറ്റവും വലുത് ടൈറ്റൻ ആണ്. ഇതിന്റെ റിങ്സ്, നമ്മുടെ സാറ്റേണിന്റെ റിങ്സ് കണ്ടെത്തിയ ആരാണ്? ക്രിസ്ത്യൻ ഹൈസൻ ആണ്. മാത്രമല്ല ഈ റിങ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ചത് ജിയോവാനി കാസിനിയാണ്. കാസിനി ഡിവിഷൻ എന്നാണ് അതിനെ പറയാ. നെക്സ്റ്റ് വരുന്നത് യുറാനസ്. യുറാനസിനെ പറ്റി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ് യുറാനസ്. ഓക്കെ, അതിന് മറ്റൊരു പ്ലാനറ്റ് ഏതായിരുന്നു? വീനസ് ആയിരുന്നു. ഈ രണ്ട് പ്ലാനറ്റ്സ് മാത്രമാണ് ഈസ്റ്റ് ടു വെസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. യുറാനസിനെ നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയും. ഇതിന്റെ കാരണം എന്താണ്? മീഥേൻ ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, യുറാനസിനെ നമ്മൾ ലോപ്സൈഡഡ് പ്ലാനറ്റ് എന്ന് പറയും, റോളിംഗ് പ്ലാനറ്റ് എന്ന് പറയും, അങ്ങനെ കുറെ പേരുകളുണ്ട്. നെക്സ്റ്റ് വരുന്നത്, പിന്നെ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കോൾഡസ്റ്റ് ടെമ്പറേച്ചർ വന്നിട്ടുള്ളത് യുറാനസിലാണ് കേട്ടോ. യുറാനസ് കണ്ടെത്തുന്നത് 1781 വില്യം ഹെർഷലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ നമുക്കറിയാം ഫാദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ ആണ്. ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ടൈം വേണ്ടത് നെപ്റ്റ്യൂൺ ആണ്, കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്ലാനറ്റ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഓക്കെ, ഇതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്, ഇത് കുയിപ്പർ ബെൽറ്റ് ആണ്. നമ്മളെ സോളാർ സിസ്റ്റത്തിന്റെ എൻഡിലുള്ള ബെൽറ്റ് ആണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ്, അത് പറയുന്നുണ്ട് ഇവിടെ. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റ്സും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വീനസും യുറാനസും ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റിവോൾവ് അല്ല, റൊട്ടേറ്റ് ആണ് കേട്ടോ. സോറി, ഇത് ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് സൺ ആൻഡ് റൊട്ടേറ്റ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ സൈസ് നോക്കുക. പ്ലാനറ്റ്സിന്റെ ഡിക്രീസിങ് സൈസ് നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലുത്, സെക്കൻഡ് സാറ്റേൺ ആണ്, തേർഡ് യുറാനസ് ആണ്, ഫോർത്ത് നെപ്റ്റ്യൂൺ ആണ്. ശരിക്കും നമ്മൾ ഔട്ടർ ആണ് ഏറ്റവും വലുതൊക്കെ വരുന്നത്, ഇന്നർ ആണ് ഏറ്റവും ചെറുത് വരുന്നത്. ഓക്കെ, ഇതിന് കോഡൊക്കെ ഉണ്ട്, മാക്സിമം കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ പഠിക്കാം. നെപ്റ്റ്യൂണിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽറ്റ് ആണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് ഐസി റോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഉള്ള മേജർ ആയിട്ടുള്ള 3 ഡ്വാർഫ് പ്ലാനറ്റ് ആണ് പ്ലൂട്ടോ, ഹോമിയ ആൻഡ് മാക്കി. പ്ലൂട്ടോ ആണ് ഇതിൽ ഏറ്റവും വലുത്. പ്ലൂട്ടോ നമുക്കറിയാം മുന്നേ പ്ലാനറ്റ് ആയിരുന്നു. അതിന് പ്ലാനറ്റിന്റെ ക്രൈറ്റീരിയ പാലിക്കാത്തതുകൊണ്ട് പ്ലൂട്ടോനെ നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മളെ മൂൺ, നമ്മളെ നാച്ചുറൽ സാറ്റലൈറ്റ്, എർത്തിന്റെ വൺ ആൻഡ് ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂൺ. നമുക്ക് മൂണിന്റെ വൺ സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ കാരണം എന്ന് വെച്ചാൽ റൊട്ടേഷൻ ടൈം ഈക്വൽ ടു റെവല്യൂഷൻ ടൈം ആയതാണ്. നെക്സ്റ്റ് വരുന്നത് ടൈം ടേക്കൺ 27.3 ആണ്, 3 days ആണ് എടുക്കുന്നത്. ഇതിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ 1/6 മാത്രമേ മൂണിനുള്ളൂ. ഓക്കെ, അവിടെ നമ്മുടെ മാസ് ചേഞ്ച് ചെയ്യൂല, പക്ഷെ വെയിറ്റ് ചേഞ്ച് ചെയ്യും. കാരണം വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ഗ്രാവിറ്റി വെച്ചിട്ടല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വെയിറ്റും ചേഞ്ച് ചെയ്യും. ഓക്കെ, മൂണിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോൺസ് ഹൈജൻസ് ആണ്. ഇത്രയാണ് മൂണിനെ പറ്റി. ഇത് നോൺ ലൂമിനസ് ആണ്, അത് എല്ലാവർക്കും അറിയണ്ടാവും, സ്വയം പ്രകാശിക്കൂല. അത് നമുക്കറിയണം എന്തുകൊണ്ടാണ് മൂണിന് നമുക്ക് ലൈറ്റ് ഉണ്ടാകുന്നത്. അത് സണ്ണിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണ് റിഫ്ലക്ട് ചെയ്യാണ്. ഇതൊരു നോൺ ലൂമിനസ് ആയിട്ടുള്ള ബോഡിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എർത്തിന്റെ ഷേപ്പ്. നമ്മൾ എർത്തിന്റെ ഷേപ്പ് നമ്മൾ പെട്ടെന്ന് എല്ലാവരോട് പറയും എന്താണ്? സ്ഫിയർ ഷേപ്പ് ആണെന്ന് പറയും. പക്ഷെ എർത്ത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. നമുക്ക് ചിത്രമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എർത്തിന്റെ ഷേപ്പ് എന്താണ്? ജിയോയിഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്നുള്ള പേരും കൂടെ ഉണ്ട്. മാത്രമല്ല എർത്തിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കി നമുക്കറിയാം ഇക്വറ്റോറിയൽ റേഡിയസ് ആണല്ലേ വലുത്. അതായത് ഈ ഫിഗർ കറക്റ്റ് അല്ല, ഓക്കെ, നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് വലുത് പോളാർ റേഡിയസിനെക്കാട്ടിലും. അത് അതിന്റെ ജിയോയിഡ് സൈസ് കൊണ്ടാണ്. അത് പെർഫെക്റ്റ് ഷേപ്പുള്ള പിക്ചറെ കാണുന്നില്ല. അപ്പൊ ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് പോളാർ റേഡിയസിനെക്കാട്ടിലും വലുത്. അതേപോലെ റേഡിയസ് വലുതാകുമ്പോൾ എന്തായാലും അതിന്റെ സർക്കംഫറൻസും വലുതായിരിക്കും. ഇക്വറ്റോറിയൽ സർക്കംഫറൻസ് ആണ് പോളാർ സർക്കംഫറൻസിനെക്കാട്ടിലും വലുത്. അതിന്റെ റീസൺ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. റൊട്ടേറ്റിംഗ് ബോഡിയിൽ ഉണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ് എന്ത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് കാരണമാണ് എർത്തിന്റെ ഈ ഷേപ്പും അതിന്റെ സർക്കംഫറൻസിന്റെ ഡിഫറൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എർത്തിന്റെ ടിൽറ്റ്, അതായത് ചെരിവ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇതിന്റെ ആക്സിയൽ ടിൽറ്റ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രി ആണ്. അതായത് ഈ ഒരു മെഷറാണ് 23.5. ഇതിന്റെ ഓർബിറ്റൽ ടിൽറ്റ് എന്ന് പറഞ്ഞാൽ അത് 66.5. ഈ ഒരു ചെരിവാണ് 66.5. ഇതാണ് 23.5. അതായത് ആക്സിയൽ ടിൽറ്റും ഓർബിറ്റൽ ടിൽറ്റും. ആക്സിയൽ ടിൽറ്റ് എത്രയാണ്? 23.5 ആണ്. ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ആക്സിയൽ ടിൽറ്റ് വരുന്നത് 23.5ഉം ഓർബിറ്റൽ ടിൽറ്റ് വരുന്നത് എത്രയാണ്? 66.5 ആണ്. ഓക്കെ,
ഇത്രയാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻസ്. ഇത് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കുക അല്ലെ. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ് നമ്മൾ വരയ്ക്കുക. ഇത് നമ്മളെ എർത്തിന്റെ നോർത്തേൺ സദേൺ എന്ന പൊസിഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഫിഗർ നോക്കിയാൽ അറിയാം, ഇത് നോർത്ത്, ഇത് സൗത്ത്. ആ ഒരു എന്താ പറയാ, ആ ഒരു വേരിയേഷൻ പറയുന്നത് ഇക്വേറ്റർ ആണ് അല്ലെ. ഇക്വേറ്റർ സീറോ ലാറ്റിറ്റ്യൂഡുള്ള സീറോ ലാറ്റിറ്റ്യൂഡിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് റെഫറൻസ് ലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ വെച്ചിട്ടാണ് നോർത്ത് സൗത്ത് എന്ന് നമ്മുടെ എർത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇക്വേറ്ററിനെ വെച്ചിട്ടാണ്, ലാറ്റിറ്റ്യൂഡിന്. അപ്പൊ ലാറ്റിറ്റ്യൂഡ് നമുക്കറിയാം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അത് നോർത്ത് സൗത്ത് പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ് ആണ്. സീറോ ലാറ്റിറ്റ്യൂഡിന് ഇക്വേറ്റർ എന്ന് പറയും. ഇക്വേറ്റർ ആണ് എർത്തിനെ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ലാറ്റിറ്റ്യൂഡ്സിനെ. നമ്മൾ ടോട്ടൽ 181 ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഉണ്ട് അല്ലെ. 90 നോർത്തും 90 സൗത്തും പിന്നെ ഇക്വേറ്ററും. അങ്ങനെ 181 ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ടോട്ടൽ ആയിട്ടുണ്ട്. പിന്നെ ലാറ്റിറ്റ്യൂഡ് ലൈൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കും. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 111 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ. പിന്നെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് 0 to 90 നോർത്തും 0 to 90 സൗത്തും ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. പിന്നെ മേജർ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? സീറോ ലാറ്റിറ്റ്യൂഡ് ഏതായിരുന്നു? ഇക്വേറ്റർ ആണെങ്കിൽ 23.5 നോർത്ത് വരുന്നത് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് അല്ലെ. നമ്മള് എർത്തൊക്കെ നമ്മള് ഇന്ത്യയിലൂടെ ഒക്കെ കടന്നു പോകുന്നത് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. 66 നോർത്ത് ആർട്ടിക് സർക്കിളും 66.5 നോർത്ത് ആർട്ടിക് സർക്കിളും 66.5 സൗത്ത് അന്റാർട്ടിക് സർക്കിളും ആണ്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് വരുന്നത്. അടുത്ത നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് നോക്കാം. ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? വെർട്ടിക്കൽ ഇമാജിനറി വെർട്ടിക്കൽ ലൈൻസിനാണ് നമ്മൾ എന്ത് പറയാ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആണെങ്കിൽ ഇവിടെ സെയിം അല്ല. ഇവിടെ ഇക്വറ്റോറിയൽ റീജിയനിലാണ് മാക്സിമം ഗ്യാപ്പ് വരുന്നത്. ഇത് നോർത്ത് പോൾ സൗത്ത് പോളിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിസ്റ്റൻസ് 0 ആവുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ മെറീഡിയൻസ് എന്നും കൂടെ പറയും. ഓക്കെ. ഇത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇത് റൺ ചെയ്യുന്നത് നോർത്ത് ടു സൗത്ത്, നോർത്ത് പോൾ ടു സൗത്ത് പോൾ, അങ്ങനെ നമ്മൾ എന്ത് ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കാം. ഇത് നമ്മളെ എന്ത് പൊസിഷൻസിനാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ 0 ലോഞ്ചിറ്റ്യൂഡിന് നമ്മൾ പ്രൈം മെറീഡിയൻ എന്ന് പറയും. ഇവിടെ റെഫറൻസ് ലൈൻ ഏതാണ്? പ്രൈം മെറീഡിയൻ ആണ്. അവിടെ ലാറ്റിറ്റ്യൂഡിൽ അത് ഇക്വേറ്റർ ആയിരുന്നെങ്കിൽ, 0 ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ 0 ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള പ്രൈം മെറീഡിയൻ ആണ് മെയിൻ റെഫറൻസ് ലൈൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. ഈ പ്രൈം മെറീഡിയൻ ഗ്രീനിഷിലൂടെ ഗ്രീനിഷ് ലൈൻ എന്നൊക്കെ പറയും. ലണ്ടൻ UK-യിലുള്ള ഗ്രീൻസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൈം മെറീഡിയനെ ബേസ് ചെയ്ത് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഗ്രീനിഷ് മീൻ ടൈം GMT എന്ന് പറയും. അപ്പം എത്ര ടോട്ടൽ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട് കേട്ടോ. 180 ഈസ്റ്റും 180 വെസ്റ്റും, അങ്ങനെ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഇസ് മാക്സിമം അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ അവിടെ 111.3 111.3 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. പോൾസിലേക്ക് പോകുമ്പോൾ അത് ഡിക്രീസ് ചെയ്യും. പോൾസിൽ അത് 0 ആവും. ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, മുകളിൽ എല്ലാം ടച്ച് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കാണ്. പിന്നെ വരുന്നത് പ്രൈമറിഡിയൻ പാസ് ചെയ്യുന്ന കൺട്രീസ്. അത് ഈ ഒരു കോഡ് BSF ഗെയിം ടോഗോ കിങ്ഡം എന്നുള്ള ട്രിക്ക് വെച്ചിട്ട് ആ ഒരു കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ. ഏതൊക്കെയാണ്? ബുർക്കിന ഫാസോ, സ്പെയിൻ, ഫ്രാൻസ്, ഗാന, അൾജീരിയ, മാലി, ടോഗോ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. ഇത്രയും കൺട്രീസ് കൂടെയാണ് നമ്മുടെ പ്രൈമറിഡിയൻ പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡും ടൈം കൺസെപ്റ്റും. ഓക്കെ. നമുക്കറിയാം 24 അവേഴ്സിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 1 അവറിൽ 360/24 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ നമ്മളിതിന് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിന് എടുക്കുന്ന സമയം 4 മിനിറ്റ്സ് ആണ്. ഇത് ഈ വാല്യൂ നോക്കി വെക്കാം. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ എർത്തിന് എടുക്കുന്ന ടൈം എത്രയാണ്? 4 മിനിറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറിഡിയൻ വെച്ചിട്ടാണല്ലേ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൈമറിഡിയന്റെ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം ആഡ് ചെയ്യും, വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ.
24 ടൈം സോൺസ് ആയിട്ടാണ് എർത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST, ഇത് എത്ര ലോഞ്ചിറ്റ്യൂഡ് ആണ് വരുന്നത്? 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഇന്ത്യ ഈസ്റ്റ് ഓഫ് പ്രൈം മെറിഡിയൻ. ഈസ്റ്റ് ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? ടൈം ആഡ് ചെയ്യുന്നാലേ പറഞ്ഞത്. സോ 82.5 ഡിഗ്രി വരുന്നതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ടൈം ഗ്യാപ്പ് എത്ര ആയിരിക്കും? 5 hours 30 minutes ആയിരിക്കും. അതായത് പ്രൈം മെറിഡിയനുള്ള ടൈമിനെക്കാട്ടിലും 5.5 മണിക്കൂർ ശേഷമായിരിക്കും എന്തായിരിക്കും നമ്മൾ ഇന്ത്യൻ ടൈം ഉണ്ടാവും. IST ഈസ് ഈക്വൽ ടു എന്താണ്? GMT പ്ലസ് 5 hours 30 minutes. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇത് നമ്മുടെ പ്രൈം മെറിഡിയന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലൈനാണ്. ഒരു ഇമാജിനറി സിഗ്സാഗ് ലൈനാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് പസഫിക് ഓഷനിലൂടെ പാസ് ചെയ്യുന്നത്, മോസ്റ്റ്ലി പസഫിക് ഓഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ക്രോസ് ചെയ്താൽ ഡേറ്റ് ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പൊ ഐഡിയലിന്റെ പ്രത്യേകത, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ പ്രത്യേകത, ഡേറ്റ് ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ക്രോസ് ചെയ്താൽ ഡേറ്റ് ചേഞ്ച് ആവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്രേറ്റ് സർക്കിൾ. ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിനെ ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലോഞ്ചിറ്റ്യൂഡ്സ് ഓർ ലാറ്റിറ്റ്യൂഡ്സ്, ഇതിനെ നമ്മൾ ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കാം, ലാറ്റിറ്റ്യൂഡിൽ എത്ര എണ്ണം ഉണ്ടാവും? നമ്മുടെ എർത്തിനെ എങ്ങനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാറ്റിറ്റ്യൂഡിൽ എത്ര എണ്ണം ഉണ്ടാവും? നമുക്കറിയാം ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ, അത് ഇക്വേറ്റർ മാത്രമാണ്. ഇക്വേറ്ററിന് മാത്രമേ നമ്മളെ എർത്തിനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ, ഈക്വൽ ഹാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 0 ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്ററിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും എന്താണ്? ഗ്രേറ്റ് സർക്കിൾ ആണ്. കാരണം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു ഫിഗർ കണ്ടോ? അപ്പൊ ഈ ഓരോ ലോഞ്ചിറ്റ്യൂഡ്സും എന്താണ്? എർത്തിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും എന്താണ്? ഗ്രേറ്റ് സർക്കിൾ ആണ്. ലാറ്റിറ്റ്യൂഡ്സിൽ ആരാണ് ഗ്രേറ്റ് സർക്കിൾ ആയിട്ടുള്ളത്? അത് നമ്മളെ ഇക്വേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ജോഗ്രഫി ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മളെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രബഡീസിന് GK ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെമോ ക്ലാസ്സിലാണെന്ന് അറിയാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. GK നമുക്കറിയാം, GK എല്ലാവർക്കും പൊതുവെ ടഫ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു സിനാരിയോയില് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൊട്ടി പറയാൻ പറ്റുന്ന GK എന്നാണ്. കാരണം നമ്മൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്ത മെത്തേഡൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഒരു സർഫസിലൂടെ ഉള്ള പഠിത്തമായിരുന്നു ആദ്യമൊക്കെ SSC അറബിക്കൊക്കെ വേണ്ടിയിരുന്നത്. കാരണം വൺ വേർഡ് ആയിട്ടൊക്കെ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ മെത്തേഡൊക്കെ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും പ്രബഡീസിന്റെ കോഴ്സ് എടുക്കുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.